Happy birthday to you. Happy birthday to you. Happy birthday to you. ഞങ്ങളുടെ ഷോ കാണിക്കാവോ? ഹാപ്പി ബർത്ത്ഡേ ടു യു പറ. ഹേ ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഇസൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇസൂസിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ് വീഡിയോ എടുത്തത്. അന്ന് ഇച്ചുവിന് നല്ല പനിയായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഈ വിഷുവൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആണ്. അപ്പം രാവിലെ അവൻ എഴുന്നേറ്റ് പല്ലെല്ലാം തേച്ച് ആദ്യം എണീറ്റപ്പോഴത്തേക്ക് നല്ല ആക്റ്റീവായിരുന്നു ആൾ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടൊക്കെ ആയിട്ട് കുറച്ച് സീനായി. അപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. നമ്മുടെ കുറച്ചടുത്ത ഫാമിലി ഉള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ഇതാണ് ഈ സിറ്റുവേഷനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. ആൾ ഭയങ്കരമായിട്ട് ചൂടൊക്കെ ആയിട്ട് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ കൊണ്ട് കാണിച്ചിട്ട് നമ്മൾ വന്നു കഴിഞ്ഞുള്ളതാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ തന്നെ ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റെൻറ്റിന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ടേബിൾ, കസേര അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ പോയി സെറ്റ് ചെയ്തു. പിന്നെ ഫുഡെല്ലാം നമ്മളിവിടെ തന്നെയാണ് വെച്ചത്. ചിക്കനും പൊറോട്ടയും അരിപ്പത്തിന് ഇടിയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ 2 ഉമ്മമാർ എല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് സെറ്റ് ചെയ്തത്. പിന്നെ അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇയാളെ ഉടുപ്പിടാനും ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സിറ്റുവേഷൻ ഒന്നിനും സമ്മതിക്കുന്നില്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പനിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ നേരം നമ്മൾ കുറച്ച് ലാഗായിപ്പോയി കേക്ക് കട്ട് ചെയ്ത വീഡിയോ. എൻ്റെ വാപ്പ ഒരാഴ്ച ലേറ്റ് അതുകൊണ്ട് തന്നെ ലാഗായിരുന്നു. കൊച്ചിൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട. സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നല്ല രീതിയിൽ ക്ഷീണിച്ച് ടയർഡായി. ഇപ്പോഴും പനി മാറിയിട്ടില്ല. പനിയൊക്കെ വീഡിയോ ഇടാൻ ഇത്ര ലേറ്റായത്. പിന്നെ എനിക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസും കമൻസും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ വന്നായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഞാൻ റിപ്ലൈ ഒരു Q&A വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇച്ചസിന് ഒത്തിരി പേര് വിഷ് ചെയ്തു, അവർക്കൊക്കെ താങ്ക് യു. അപ്പോൾ 2 വയസ്സായിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയെ പറ്റിയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. ഞാൻ ഏകദേശം ഒരു 4 മാസമെങ്കിലായി കാണും, 5 മാസമെങ്കിലായി കാണും ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. ജസ്റ്റ് ഒരു വെറുതെ ഒരു സമയം പോക്കിന് തുടങ്ങിയതാണ് ഈ യൂട്യൂബ്. ഇപ്പോൾ എന്തോ എനിക്കിഷ്ടമാണിത് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാൻ. പിന്നെ ഈ വ്ളോഗ് എല്ലാവരും കാണണം, മാക്സിമം ഷെയർ ചെയ്യണം. നമ്മൾ ഇച്ചസിന് വേണ്ടി വിഷ് ചെയ്ത് എല്ലാവരും ഈ വ്ളോഗ് കാണണം. ഒരുപാട് പേര് എന്താ വ്ളോഗ് ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് മുറിക്കാവോ? അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു ഗൈസ്. ഫുഡിൻ്റെ വ്ളോഗോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.